ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പായസം എല്ലാവർക്കും ഇഷ്ടമായിക്കാറല്ലേ. ഞാൻ പല രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതുപോലൊരു ഞാൻ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് കേശം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കിസ്മിസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കേശു മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊരു 1/4 കപ്പ് വെർമിസലി ഇട്ട് കൊടുക്കാം കേട്ടോ. റോസ്റ്റഡ് വെർമിസലിയാണ്, എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊണ്ടേയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നിൽക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ലൈറ്റായിട്ടൊരു കളറ് മാറി തുടങ്ങുമ്പോൾ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കാം. ഞാനിപ്പോൾ കുറച്ച് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇനി കുക്കായിട്ട് വരണം. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പായസം എന്ന് പറഞ്ഞാൽ മധുരം മുന്നിൽ നിൽക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് അധികം മധുരം ഇഷ്ടമാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ അധികം മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ഈ ഒരു 1/4 കപ്പ് തന്നെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ വിടാതെ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പായസം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത കേശം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ മധുരത്തിന്. അപ്പോൾ ഈ കേശം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഈസി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.